കഴിഞ്ഞ 4 ദിവസം തിരുവനന്തപുരം നഗരത്തെ വെള്ളം കൂടി മുട്ടിച്ച ജല അതോറിറ്റി ജനം വെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത് കണ്ട് ആസ്വദിച്ചപ്പോൾ തീർത്തും പുലിവാല് പിടിച്ചത് പുതുമണവാളനും പുതുമണവാട്ടിയുമാണ്. ഇന്നലെ പുലർച്ചെ വെള്ളം എത്തുമെന്ന ജല അതോറിറ്റിയുടെ വാക്കും വിശ്വസിച്ചിരുന്ന കല്യാണ വീട്ടുകാരെല്ലാം പല്ല് തേക്കാൻ പോലും വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടി. ഞങ്ങൾ കുളിച്ചില്ലേലും കുഴപ്പമില്ല, പയ്യനും പെണ്ണും എന്ത് ചെയ്യും? ഇതാണ് സങ്കടത്തോടെ മിക്കവരും ചോദിച്ചത്. പുലർച്ചെ കല്യാണ പയ്യനും പെണ്ണിനും വെള്ളം ഒപ്പിക്കാൻ ബന്ധുക്കൾ പരക്കം പാഞ്ഞു. ഒടുവിൽ വലിയ ക്യാനുകളിൽ പൊള്ളുന്ന വില കൊടുത്ത് വെള്ളം വാങ്ങി പുതുദമ്പതികൾക്ക് സമ്മാനമായി കൊടുത്തു. നഗരത്തിലെ പേര് കേട്ട ഒരു വിവാഹ സദ്യാലയത്തിൽ സദ്യയ്ക്കായി വലിയ തോതിലുള്ള പണം കൊടുത്താണ് വെള്ളം എത്തിച്ചത്. ചില കല്യാണ മണ്ഡപങ്ങൾ ഇതിൻ്റെ പണം വീട്ടുകാരിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുത്തു. സദ്യയ്ക്കിടെ 3 തവണയെങ്കിലും വിതരണം ചെയ്യുന്ന കുടിവെള്ളം ഒതുക്കത്തിൽ അത് ഒന്നായി ഒതുക്കി. ശുഭമുഹൂർത്തമായതിനാൽ ഗൃഹപ്രവേശം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും വെള്ളത്തിൻ്റെ ദൗർബല്യം നന്നായി അറിഞ്ഞു. ഇതിലെല്ലാം രസം, ഒരു MLA അപ്പിയിടാൻ നഗരത്തിന് വെളിയിൽ പോയതാണ്. വെള്ളമായാലും കറണ്ടായാലും ഒക്കെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുത്തുന്ന ഈ MLAക്ക് മുള്ളാൻ പോലും വീട്ടിലെ ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. കേട്ടാൽ അതിശയിച്ചു പോകും. വീടിന് പുറത്തു പോയി മുള്ളാൻ പറ്റില്ലല്ലോ. ചുറ്റും വെള്ളത്തിനായി ആളുകൾ കണ്ണു മിഴിച്ചിരിക്കുക. മാത്രമല്ല, ഇവിടെ വീടിന് ചുറ്റും വീടുകളാണ്. ഒടുവിൽ MLAക്ക് വീടും പൂട്ടി നഗരത്തിന് വെളിയിൽ പോകേണ്ടി വന്നു. വെള്ളമില്ലാത്തത് അവസരമായത് തിരുവനന്തപുരത്തെ ചില ഗ്രാമവാസികൾക്കാണ്. ഉദ്യോഗത്തിൻ്റെ ഭാഗമായി നഗരത്തിൽ താമസിക്കുന്ന പലരും കുടുംബമായി ഗ്രാമങ്ങളിലെയും അന്യ ജില്ലകളിലെയും ഒക്കെയുള്ള കുടുംബ വീടുകളിലേക്ക് പാഞ്ഞു. ഓണപരീക്ഷ നടക്കുന്നതിനാൽ ഇന്നലെ സന്ധ്യയോടെയാണ് പലരും നഗരത്തിലേക്ക് തിരിച്ചു വന്നത്. ഇത് കഴിഞ്ഞ് രാത്രി 8 മണിയോടെ നഗരത്തിൽ അവധിയും പ്രഖ്യാപിച്ചു. സ്ത്രീകൾ ചെറിയ തോതിലൊന്നുമല്ല ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിയത്. ദുരിതം കൂടുതലും വേട്ടയാടിയത് ഗർഭിണികളെയാണ്. കൈക്കുഞ്ഞുങ്ങളുമായി പലരും വലഞ്ഞു. വ്യക്തി ശുചിത്വം പാലിക്കേണ്ട ആർത്തവ സമയത്തും പലരും ബുദ്ധിമുട്ടി. പ്രതിസന്ധി വകവയ്ക്കാതെ ഓണക്കച്ചവടത്തിനായി തുറന്ന കച്ചവട സ്ഥാപനങ്ങളിലെ വനിതാ ജീവനക്കാർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ കുഴഞ്ഞു. വെള്ളമില്ലാത്തതിനാൽ 3 നേരം ഭക്ഷണം പുറത്തുനിന്നാക്കിയ വീട്ടുകാരും ഉണ്ടായിരുന്നു. ഫുഡ് ഡെലിവറി ചെയ്യുന്നവർക്ക് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു. എന്നാൽ അവസരം മുതലാക്കാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം ഭൂരിപക്ഷം ഹോട്ടലുകാർക്കുമുണ്ട്. അധിക വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് ഹോട്ടലുകളിൽ പാചകം നടന്നത്. ഞായറാഴ്ചയല്ലേ എന്ന് കരുതി ചില ഹോട്ടലുകൾ അടച്ചിട്ടു. അവസരം മുതലാക്കാനായി വില കൂട്ടി ഭക്ഷണം വിറ്റവരും കുറവല്ല. അതായത് ഈ തട്ടുകടക്കാരൊക്കെ. കേറ്ററിംഗ് സ്ഥാപനങ്ങളും ബേക്കറികളും സ്വകാര്യ ക്ലിനിക്കുകളും ബ്യൂട്ടി പാർലറും ഒക്കെ, വാഹനങ്ങളുടെ സർവീസ് സെൻ്ററും എല്ലാം, ഡ്രൈ ക്ലീൻ കമ്പനികൾ തുടങ്ങി ജനങ്ങൾ പതിവായി ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടു. ഞായറാഴ്ച ആയതുകൊണ്ടും വെള്ളമില്ലാത്തതുകൊണ്ടും ഒക്കെ അവർ അടച്ചിട്ടു. വെള്ളമില്ലാത്തത് നഗരത്തിൽ ഗുണം ചെയ്തത് കുടിവെള്ള കമ്പനികൾക്കാണ്. 5 ലിറ്റർ വെള്ളത്തിന് ഇന്നലെ രാവിലെ വിറ്റത് 100 രൂപയ്ക്ക്. അത് രാത്രിയായപ്പോൾ പലയിടത്തും അത് 150 രൂപയായി. കരിഞ്ചന്തയിൽ കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. അത് ഇവിടെ യാഥാർത്ഥ്യമായി. റെയിൽപാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി പൈപ്പുകളുടെ അലൈൻമെൻറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനാൽ കുടിവെള്ള വിതരണം 1 ദിവസം മുടങ്ങുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ വാക്ക്. ആ 1 ദിവസം 5 ദിവസമായി മാറി.